അന്നാമോ, നാളെ ദോശയ്ക്ക് തേങ്ങാച്ചമ്മന്തി മതി കേട്ടോ. അടുക്കളയിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഫ്രിഡ്ജിലിരുന്ന തേങ്ങാമുറി ഞെട്ടിത്തെറിച്ചു. വൃത്തികെട്ടവനായ ചിരവ തന്നെ നാളെ ക്രൂരമായി പിച്ച് ചീന്തും. തൊട്ടടുത്തിരുന്ന തക്കാളി വെണ്ടയ്ക്കോട് ഉച്ചത്തിൽ പറഞ്ഞു, തേങ്ങ തീർന്നടാ. വെള്ളരിയും ക്യാരറ്റും ഒക്കെ കൂടെ ചിരിച്ചു. ജാതി മാറി തേങ്ങയെ പ്രേമിച്ച് പച്ചക്കറികളുടെ തല്ലുകൊണ്ട മാതളനാരങ്ങ മാത്രം വിഷമത്തോട് ചോദിച്ചു, നിങ്ങൾക്കിത്ര കണ്ണിച്ചൊരിയില്ലേ? ചേന മാതളത്തെ തള്ളി മാറ്റി. പച്ചക്കറി കുടുംബത്തിലെ പെണ്ണിനെ പ്രേമിച്ച് മതിയായില്ലടാ നിനക്ക്. രാത്രി എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ മാതളം ഉരുണ്ട് തേങ്ങയുടെ അടുത്തെത്തി. തേങ്ങ കരഞ്ഞു തളർന്നിരുന്നു. ദൂരെ കോഴി കൂവി. അടുക്കളയിൽ നിന്നും അച്ചായൻ്റെ ശബ്ദം കേട്ടു, എടിയേ, അല്ലെങ്കിൽ ചമ്മന്തി വേണ്ട, സാമ്പാർ മതി. പച്ചക്കറികൾ ഒന്നടങ്കം ഞെട്ടി വിറച്ചിരിക്കുമ്പോൾ അന്നാമ്മച്ചി ഫ്രിഡ്ജ് തുറന്ന് എല്ലാത്തിനെയും ഒരു പാത്രത്തിലേക്ക് വാരി കൂട്ടിയെടുത്ത് ഡോറടച്ചു. കാലിയായ ഫ്രിഡ്ജിൻ്റെ 2ാം നിലയിൽ ഇരുന്ന് മാതളം പറഞ്ഞു, നല്ല തണുപ്പാണ്, ഇവിടെ ആണെങ്കിൽ ആരുമില്ല. തേങ്ങാമുറി നാണത്തോടെ കണ്ണടച്ചു.